ഹലോ നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്നത്തെ ഡേറ്റ് 10/1/2024. അതായത് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ 10 പറഞ്ഞു കഴിഞ്ഞാൽ 1 + 0 1, ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ 1. അങ്ങനെ 1 സൂര്യൻ്റെ എനർജി 2 തവണ വരുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ്. എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ കോൾ ചെയ്യേണ്ട, പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 80 86 89 70 30 80 86 89 70 30. ഇതിലേക്കാണ് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. ഓക്കെ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് 47ാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, അതായത് 10/1/2024. 1ൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അല്ലേ? 1-ാം തീയതി ജനിച്ചവർ, 10-ാം തീയതി ജനിച്ചവർ, 19-ാം തീയതി ജനിച്ചവർ, 28-ാം തീയതി ജനിച്ചവർ, ഇതെല്ലാം 1ൻ്റെ എനർജി തന്നെ. എങ്കിലും 10ന് കുറച്ച് സ്പെഷ്യൽ പ്രത്യേകതയുണ്ട്. അതായത് 1ൻ്റെ കൂടെ ഒരു 0 ഇൻഫിനിറ്റി എന്ന ഒരു എനർജി കൂടി ആഡായിട്ട് വരികയാണ്. അപ്പോൾ അതിന് ഒരു വളരെ പ്രത്യേകത തന്നെയുണ്ട്. അതൊരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ കൂടിയാണ്. എന്തായാലും നമുക്ക് ആദ്യത്തെ കോൾ ഇന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? വൈക്കം ഗീത അല്ലേ? ഗീതക്ക് എന്താണ് അറിയേണ്ടത്? എന്റെ മോൾക്ക് ഒരു ജോലിയൊന്നും ഇതുവരെ ഒന്നും ആയില്ല, അപ്പൊ അതിനെ പറ്റി ഒന്ന് അറിയാവുന്ന. ഓക്കെ ഓക്കെ, മകളുടെ പേര് പറയാം. മോളുടെ പേര് ജയശ്രീ. ജയശ്രീ. ഓക്കെ, ജയശ്രീ ജയശ്രീ ജയശ്രീ. ഇനീഷ്യൽ എന്താണ് ജയശ്രീയുടെ? ബി. ബി ഫോർ ബോൾ അല്ലേ? വി ആണോ ബി ആണോ? ബി ഫോർ ബോൾ ആണോ? വി ഫോർ വിക്ടറി അല്ലേ? ബിഗ് ബിയുടെ ബി ആണോ? നിങ്ങളിത് ഏതൊക്കെ ഒന്ന് പറയും. ഒച്ച കൂട്ടി പറയുമ്പോഴേ ഞാൻ ആ ഒച്ച കൂടുതൽ കേൾക്കുന്നതല്ലാണ്ട് അത് മനസ്സിലാവുന്നില്ല. ബി ഫോർ ബോൾ. വിജയന്റെ വി. ഓക്കെ, ശരി. വി. ജയശ്രീ വി. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ജയശ്രീയുടെ. 84 മെയ് 8 രാത്രി 1:28. 8/5/84. 8/5/1984 അല്ലേ? ജയശ്രീ വി. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ നോക്കിയിട്ട് പറയാം. നമസ്കാരം, കേൾക്കാമോ? നിങ്ങളെ കുട്ടിയുടെ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 8, 2 തവണ 8 റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു എനർജിയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ കുട്ടിയായിട്ട് ഇരിക്കുമ്പോഴേ നമുക്ക് സൗണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ 8 എന്നത് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴേ കുറച്ച് എന്താ പറയുക, കൃത്യമായിട്ടുള്ള ഒരു പേര് നിർബന്ധമായിട്ടുള്ള ഒരു നമ്പറാണ് 8 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു പേര് അതിന് വേണം. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പം ജയശ്രീ വി എന്ന് പറയുന്നത് 25, അതായത് 7ൻ്റെ എനർജിയിലുള്ളതാണ്. അപ്പോൾ ഒരു ബെസ്റ്റായിട്ട് കൂടിച്ചേരുന്ന ഒരു പേരല്ല അത്. അപ്പോൾ എന്താ പറയുക, കാലതാമസം, എപ്പോഴും വിഷമതകൾ, ഇത് ആ ഒരു പേരിൽ ഉള്ളതാണ്. ഹലോ, കേൾക്കാമോ? കട്ടായി തോന്നുന്നു അല്ലേ? എന്തായാലും കോൾ കട്ടായിട്ടുണ്ട്. അപ്പോൾ 8 എന്നാലും നിങ്ങൾ പ്രോഗ്രാം കാണുന്ന കരുതിയിട്ട് പറയുന്നതാണ്. 8 ആവർത്തിച്ച് വരുമ്പോൾ കൃത്യമായിട്ടുള്ള പേരായിരിക്കണം. എങ്കിലാണ് 8ൻ്റെ ശനിയുടെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. അത് അനുകൂലമാകേണ്ട കൃത്യമായിട്ടുള്ള പേര് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഏത് പേര് ഏത് മാറ്റുമെന്നിപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നിങ്ങളുടെ ഇഷ്ടം കൂടി നോക്കേണ്ടതുണ്ട് ഇതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 25-ലാണ്. അതിലെന്തായാലും ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളൊരു നല്ല ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പേര് ആക്കി എടുക്കുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വൈക്കത്തുനിന്ന് ഗീതയാണ് വിളിച്ചത്. അപ്പോൾ എന്തായാലും ഇനി പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ്, കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്, പ്രോഗ്രാം കാണുന്ന ഒട്ടേറെ പേരുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, സൗണ്ടിൻ്റെ
വ്യക്തത കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുക, പ്രോഗ്രാമിന് ഒരു നല്ലതല്ലല്ലോ അല്ലേ. എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മോശമല്ലേ. ഓക്കെ, രണ്ടാമത്തെ കോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഗീതാംബികയാണ് സാർ. ലീലാംബിക. ഗീതാംബിക. ഓക്കെ, അതെ. ഗീതാംബിക എവിടുന്നാ വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണ്. ഓക്കെ, തിരുവനന്തപുരത്ത്. ഗീതാംബികയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, എന്റെ കൊച്ചുമോന്റെ കാര്യം അറിയാനാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 12/6/2016. 2016. കുട്ടിയുടെ പേര്? ആരവ് കൃഷ്ണ AS. ആരവ് കൃഷ്ണ AS. AS ആണോ? അതെ. ആരവ് AARAV അല്ലേ? ഓ, കൃഷ്ണ AS. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ചെക്ക് ചെയ്തിട്ട്. ഹലോ ഹലോ, AA ഉണ്ടല്ലോ? ഉണ്ട്. ഓക്കെ, ഞാൻ നോക്കിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, ശരി ശരി. ഓക്കെ, ആരവ് കൃഷ്ണ സജിൻ എന്നാണെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ് കേട്ടോ. ആരവ് കൃഷ്ണ സജിൻ എന്ന് മാത്രമാകുമ്പോൾ അപ്പോൾ അത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് ചെയ്യുന്ന പേരാണ്, നല്ല പവർഫുൾ ആയിട്ടുള്ള പേരാണ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് AARAV, പിന്നെ കൃഷ്ണ KRISHNA, പിന്നെ സജിൻ SAJIN. ഓക്കെ, അപ്പോൾ അതൊരു ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ്, കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പേരാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഭാഗ്യത്തിനൊക്കെ അട്രാക്റ്റ് ആക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, ഓക്കെ. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? കളർ അറിയണം അല്ലേ? അപ്പോൾ റോസ് ഓറഞ്ച് വയലറ്റ് ഒക്കെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ലക്കിയസ്റ്റ് ആണ്. പിന്നെ റെഡ് പിന്നെ കുറച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതൊക്കെ സംഭവം. അപ്പോൾ ആ ഒരു ഏരിയ അപ്പോൾ മനസ്സിലായല്ലോ. റെഡ്, ഓറഞ്ച്, റോസ്, വയലറ്റ്, ആ കളർ ഒക്കെ കുട്ടിക്ക് കൂടുതൽ ഭാഗ്യത്തിന് കൊണ്ടു കൊടുക്കുന്ന കളേഴ്സാണ്. പിന്നെ ഭയങ്കര ബഹളമാണ് പഠിക്കാനൊക്കെ, ഭയങ്കര ബഹളം. ഓക്കെ, ബഹളം കുറച്ചൊക്കെ വേണ്ട എന്തായാലും. ഓക്കെ, അപ്പോൾ ആ പേരിൽ എന്തായാലും പിന്നെ നല്ല എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേര് ഒന്ന് മാറ്റുക. ആ പേരിൽ കൂടുതൽ ഭാഗ്യത്തിനൊക്കെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള എനർജിയാണ്. 9 നേരം എനർജി എന്താ പറയുക, ചൊവ്വയുടെ എനർജി കൂടി ഉണ്ടായത് കൊണ്ട് തന്നെ ആൾ ആക്റ്റീവ് ആയിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്റ്റീവാണ്. അപ്പോൾ എന്തായാലും അത് നല്ലതാണ്, അതൊക്കെ റെഡിയായി വരും കേട്ടോ. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ വിളിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ എന്തായാലും കുട്ടിയുടെ പേരിനെ നമുക്കൊന്ന് ബെസ്റ്റാക്കി കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, സന്തോഷമേ ഉള്ളൂ. അത് ആരവ് കൃഷ്ണ എന്നുള്ളത് ആദ്യം ഒരു കേതുവിൻ്റെ എനർജിയുള്ള പേരാണ്. അത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത്ര ബെസ്റ്റ് അല്ല. ഇമോഷണലി ഒരു മാനസികമായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന പേരാണ്. ഇപ്പോൾ നമ്മളതിനെ ഒന്നുകൂടി ബെസ്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് എന്താ പറയുക, ബുധൻ്റെ എനർജിയിലേക്ക് നമ്മൾ പേരിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 10ൻ്റെ എനർജിയിലാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയം, ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് ആദ്യം തന്നെ ഒരു കോള് വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് ആദ്യം തന്നെ പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത് കുറ്റ്യാടിയിൽ നിന്ന് മോളിയാണ്. കുറ്റ്യാടിയിൽ നിന്ന് മോളി. ഓക്കെ, മകന് വേണ്ടിയിട്ടാണ്. മകന് വേണ്ടിയിട്ട്. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 22/3/2001. 2001. അപ്പോൾ മകന്റെ പേര് കൂടി പറയൂ. മഹേഷ് R. മഹേഷ് R അല്ലേ? ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം.
നമസ്കാരം, കേൾക്കാമോ? അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 1. 4ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലാണ് മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവെ ഒരു നല്ല കൂടിച്ചേരലാണ്. സംസാരം കൊണ്ടൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കാനൊക്കെ ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. അതുകൂടാതെ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ നമ്പറാണ്. അപ്പോൾ സംസാരം കൊണ്ടുള്ള ഏത് മേഖലയിലും വിജയിച്ചിട്ട് വരാനൊക്കെ സാധിക്കും. അതുപോലെ ബിസിനസ്സിലായാലും പിന്നെ എന്താ പറയുക, ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ലീഡറായിട്ട് അല്ലെങ്കിൽ നേതാവായിട്ട് ഒക്കെ നിൽക്കാനൊക്കെ ഉള്ള എനർജിയൊക്കെ ഉള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്താണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ പേരിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എബോ ആവറേജ് ആണെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. വളരെ ദോഷമില്ല, എന്നാലും വളരെ നല്ലതല്ലേ, അങ്ങനെ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു 65% 70%-ഓളം നല്ല പേരാണ്. ഇപ്പോൾ ഇന്ന് കുറേ കോൾ വിളിച്ചു, എന്താണെന്ന് അറിയില്ല, എല്ലാം കേതുവിൻ്റെ എനർജിയിലെല്ലാം. പക്ഷേ മകനെ സംബന്ധിച്ചിടത്തോളം കേതുവിൻ്റെ എനർജിയിലുള്ള പേര് ഒരു എബോ ആവറേജ് ആയിട്ടുള്ള ഒരു പേരാണ്. അതാണ് പറയാനുള്ളത്. എന്താണ് പ്രത്യേകിച്ച് അറിയാനുള്ളത്? അവന് ജോലി ഇതൊന്നും ആവുന്നില്ല, ഡിഗ്രി പഠിച്ച് നിൽക്കുന്നതാ. കയറി പറ്റാൻ കഴിയുന്നില്ല. അപ്പം എന്തെങ്കിലും എന്താന്ന് അറിയാൻ. തീർച്ചയായിട്ടും അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവന് ജോലിയൊക്കെ നേടും. അത് ചിന്തിച്ചധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഏതായാലും ഡിഗ്രി ആണെങ്കിലും ഏതായാലും സംസാരവുമായിട്ട് നേരിട്ട് സംസാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി ആയാലും പിന്നെ ഏത് പ്രവൃത്തിയിലും ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലെവലിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. ആ പേരിനെ വേണമെങ്കിൽ ഒന്നുകൂടി ബെസ്റ്റ് ആക്കി. എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? രഘു. ഓക്കെ. ഓക്കെ. ഇനീഷ്യൽ ഇല്ലാണ്ട് മഹേഷ് എന്ന് മാത്രം ഉപയോഗിക്കുമ്പോൾ ഒരു നല്ല പേരാണ്. പക്ഷേ ഇനീഷ്യൽ ഇല്ലാണ്ട് നമുക്ക് റെക്കോർഡിക്കൽ ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ അതിപ്പം ഒരു ഫസ്റ്റ് ലുക്കിൽ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ബെസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല. അവരോട് പറയാം, അവർ എബോ ആവറേജ് ആയിട്ടുള്ള പേരാണ്. ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100% ബെസ്റ്റ് ആയിട്ടുള്ള പേരാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നോക്കുക. പിന്നെ ജോലിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട. അവൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവന് ഉയരാൻ പറ്റും. പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോരോ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാനും അതിൻ്റെ നേതാവായി മാറാനുമുള്ള എനർജി അതിനുണ്ട്. അത് സ്പെഷ്യലായിട്ടുള്ള ഗുണമാണ്. പിന്നെ ഒരു മാസ്റ്റർ ബിൽഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് പുതിയ കാര്യങ്ങൾ ഇറങ്ങിയിട്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഈ 22 എന്നത് ഒരു മാസ്റ്റർ നമ്പറാണ്. അതിൻ്റെ എനർജി കൂടി അതിൽ പറയണം. അപ്പോൾ അങ്ങനെ ദോഷമൊന്നുമില്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുമല്ല. അത് വീണ്ടും ഞാൻ പറയാണ്, അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന് ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ മകന്. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എപ്പോഴും 1 മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്. ഓക്കെ. വേറെ അങ്ങനെ ദോഷം പറയാനില്ല. പേരിന് ബെസ്റ്റ് ആക്കി കഴിഞ്ഞാൽ കൂടുതൽ ഭാഗ്യത്തിന് അട്രാക്ട് ചെയ്യാം. കൂടുതൽ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ആകും എന്ന് വിചാരിച്ചിട്ടല്ല നിൽക്കേണ്ടത്. നമ്മൾ കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മളിപ്പം കാറ്റടിക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക് ഇറങ്ങി പുറപ്പെടുക തന്നെ വേണം. എന്നിട്ടാണ് നമ്മൾ ആ സംഭവം നേടേണ്ടത്. അല്ലാതെ നമുക്ക് ഇന്ന സമയത്ത് ഇന്നത് വരുമോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അതിനാണ് ഒരു ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും മികച്ച കാര്യം പറഞ്ഞത് ആ പേരിനൊന്ന് മികച്ചതാക്കുക. പേരിനെ ഒരു പവർഫുൾ ആക്കുമ്പോഴേക്കും പിന്നെ അവൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് മകനെ കൂടുതൽ വേഗത്തിൽ എത്തിക്കാനുള്ള ഒരു എനർജി ആയിട്ട് വരും. അതൊരു ന്യൂമറോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. നല്ല ന്യൂമറോളജിസ്റ്റിനെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അറിയെങ്കിൽ അവരുടെ അടുത്ത് പോവാം. ഇനി അതല്ല, ഞാൻ കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റിൽ എൻ്റെ നമ്പർ കൊടുക്കും. നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് കൺസൾട്ടേഷൻ ചെയ്യാം. ഓക്കെ. എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. കുറ്റ്യാടിയിൽ നിന്ന് മോളി ആണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പൊതുവെ പറയാറുണ്ട് 22 എന്നത് ഒരു മാസ്റ്റർ നമ്പറാണ്. അത് മകൻ്റെ നമ്പറും മാസ്റ്റർ നമ്പറാണ്. മാസ്റ്റർ നമ്പറിൽ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള പേരാണെങ്കിലാണ് നമുക്കതിൻ്റെ ഒരു 100% ആയിട്ടുള്ള ഗുണം നമ്മളിലേക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുക. പിന്നെ അത് മാത്രമല്ല, മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ 3 തവണ 2 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് 22 എന്നുള്ളതും 2001-ൻ്റെ 2 അങ്ങനെ ഓരോ തവണ ഏത് നമ്പറാണോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ് പറയേണ്ടത്. പിന്നെ ഏതൊക്കെ നമ്പർ ഉണ്ട്, ഏതൊക്കെ നമ്പർ ഇല്ല,
ഇതൊക്കെ ഓരോരോ ആളുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ടും അവരുടെ എനർജീനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിലത്തെ കാര്യം. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 10ൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് സംസാരിക്കാനേ പറ്റിയില്ല, ഒരുപാട് കോള് നമുക്ക് വന്നുകൊണ്ടേയിരുന്നു. നമുക്ക് 10 എന്ന എനർജീനെ പറയുമ്പോൾ ആദ്യം പറയേണ്ടത് സൂര്യൻ്റെ എനർജിയാണ്. സൂര്യൻ്റെ എനർജി ആണ് ഒന്ന്, അതായത് പിന്നെ ടീം ലീഡറാണ്, എനർജീനെ മറ്റുള്ളവർക്ക് നൽകേണ്ട ആണ്. അതിൻ്റെ കൂടെ ഒരു ഇൻഫിനിറ്റി എന്നൊരു എനർജി കൂടി വരുമ്പോഴേക്കും അത് കൂടുതൽ ഭാഗ്യദായകമാക്കുന്നു. ഒരു സീറോ ഒരു നമ്പറിൻ്റെ അടുത്ത് വരുന്നത് ആ നമ്പറിനെ പവർഫുള്ളാക്കും. അതേസമയം 2 3 പൂജ്യങ്ങൾ അതിൻ്റെ കൂടെ വരുന്നതിന് അതിനെ ഏറ്റവും ബെസ്റ്റ് ആക്കുക ഇല്ല ആ എനർജീനെ. അതേസമയം ഒരു നമ്പറാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സീറോ ഉള്ളത് ആ നമ്പറിനൊരു ഭാഗ്യം കൂടി കൊടുക്കും. ഭാഗ്യം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ നമ്പറിൻ്റെ ഗുണത്തിനെ ഇരട്ടിപ്പിക്കും, അതിനെ തിളക്കമുള്ളതാക്കും. അപ്പോൾ നമുക്ക് 2020 പിന്നെ എൻ്റെ പ്രവചനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇതുപോലെ എന്തോ ഒരു ഇമോഷണലി ആൾക്കാരെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് 2ൻ്റെ ഇവിടെ 0, വീണ്ടും 2 എന്ന് എഴുതിയിട്ട് 0. അപ്പോൾ ആ എനർജീനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ നല്ലതാണെങ്കിൽ നല്ലതിനെയാണ് എൻഹാൻസ് ചെയ്യുക, അതേസമയം മോശമാണെങ്കിൽ മോശത്തിനെയാണ് എൻഹാൻസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ 1ൻ്റെ കൂടെ 0 വരുമ്പോൾ അത് നല്ലതായിരിക്കും, അത് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള പിന്നെ ഫുട്ബോൾ പ്ലെയർ ആയാലും ക്രിക്കറ്റ് പ്ലെയർ ആയാലും സ്പോർട്സിലൊക്കെ 10 എന്നുള്ളത് ഭയങ്കര ഭാഗ്യം അല്ലേ, അത് ഇട്ടിട്ട് കളിക്കുന്നവർ ഭയങ്കര പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പൊതുവേ പെർഫോം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. എന്നിരുന്നാലും 10ന് ആ ഒരു സംഭവം നമ്മൾ എപ്പോഴും പറയണം, അതിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു എനർജി ആയിട്ട് മാറും. അത് കൃത്യമായിട്ടുള്ള ഒരാൾക്കാണ് ആ നമ്പർ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 10ാം തീയതി ജനിച്ച ആൾക്കാരുടെ കാര്യമാണ്. തീർച്ചയായിട്ടും അവർക്കും ഇപ്പോൾ സ്പോർട്സിലൊക്കെ ഇറങ്ങുന്നതാണെങ്കിൽ ഒരു 10 എന്നുള്ള ജേഴ്സി നമ്പറൊക്കെ അവർക്ക് വളരെ പവർഫുള്ളാണ്. ആദ്യമേ പറഞ്ഞു, പൊതുവെ സൂര്യൻ്റെ എനർജിയാണ്, നേതാവാണ്, പിന്നെ ഭയങ്കരമായിട്ടുള്ള ഉജ്ജ്വല ഭാവന എന്നൊക്കെയാണ് അതിന് പറയേണ്ടത്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഒരു കാര്യത്തിനെ ലീഡ് ചെയ്തിട്ട് അതിനെങ്ങനെ നയിച്ച് വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള മുൻകൂട്ടി കാണാനുള്ള കഴിവ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവർക്കും ഉണ്ടാകില്ല. എല്ലാവർക്കും പ്രശ്നം വരുമ്പോഴാണ് അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക. യഥാർത്ഥ നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ഗുണം പ്രശ്നത്തിനെ മുൻകൂട്ടി കാണാൻ വേണ്ടി പറ്റും. കൂടെയുള്ള അണികൾ നിൽക്കുന്നതിനെ കാണി മുമ്പേ വരാൻ പോകുന്ന പ്രശ്നത്തിനെ മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് നേതാവ്. ഇനി അതുമാത്രമല്ല, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൽ തളർന്നു പോകാതെ അതിന് പ്രശ്ന പരിഹാരം, അതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ബോധം ഉള്ള ഒരു വ്യക്തിയായിരിക്കും നേതാവ് എന്നുള്ളത് അല്ലേ. അവിടെയാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നേതാവ് ഉണ്ടായി വരികയും തന്നെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് ഈ 10 എന്നത്. അതോടുകൂടി അതിൻ്റെ കൂടെ ഒരു ഇൻഫിനിറ്റി അല്ലാണ്ട് ഈ സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ ഒരു ഭാഗ്യം കൂടി ഉള്ള നമ്പറാണ് 10 എന്ന് ചുരുക്കം. നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ജോണി എം ജെ. മൂവാറ്റുപുഴ ജോണി എം ജെ അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ജോണി എം ജിയുടെ കാര്യം തന്നെയല്ലേ അറിയേണ്ടത്? 14/3/1961. 14/3/1961 ആണോ 3 ആണോ പറഞ്ഞത്? അല്ല, 17/3/1961. 17/3/1961 അല്ലേ? ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. 17/3/1961 കേട്ടു, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. അപ്പോൾ പിന്നെ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 1 വരുന്നത്. ഓക്കെ ഓക്കെ. ഈ 8ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരൽ പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യത്തിനും കാലതാമസം എന്നുള്ളത് വളരെ ഇതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എല്ലാ കാര്യത്തിനും കാലതാമസം നമ്മൾ ആകില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പിന്നെ എല്ലാ കാര്യത്തിനും പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി, ഒരുപാട് അറിവ് ശേഖരിക്കാൻ വേണ്ടി പറ്റും എന്ന എനർജി ആണ്.
അത് ഇതിൽ പ്രകടമായിട്ട് കാണുന്നതാണ്. ഒരുപാട് കാര്യത്തിനെ കുറിച്ചിട്ടും സൂക്ഷ്മമായിട്ട് പഠിച്ചെടുക്കാൻ. പക്ഷേ ഈ പഠിച്ചെടുത്ത കാര്യത്തിനെ നമ്മൾക്ക് ഒരു ഗുണമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു താമസം ഇതിൽ കാണാനുണ്ട്. എന്നിരുന്നാലും പേര് വളരെ ദോഷമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ദോഷമല്ല എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ വളരെ ദോഷമല്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ആഗ്രഹിക്കുന്നതിനെ കുറച്ച് കാലം താമസിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാര്യത്തിനെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഇതിൽ കാണാനുണ്ട്. അപ്പോൾ താമസം എന്നുള്ളതുണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് നേടിയെടുത്തിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, അതാണ് ഇതിൽ പറയേണ്ട ഒരു കാര്യം. വേറെന്താണ് ഭാഗ്യ നമ്പർ? നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്പർ 6, 5, 1. ഈ 3 നമ്പറും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അതെ അതെ, ഈ 3 നമ്പറും നിങ്ങളെ ഭാഗ്യ നമ്പറാണ്. കൂടുതൽ ഭാഗ്യത്തിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പറ്റും. അപ്പോൾ ഈ ജോണി MJ ഏത് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ 6ന്റെ എനർജി ആണല്ലോ. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഗ്യ നമ്പറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം 5ഉം കൂട്ടുമ്പോൾ 6 കിട്ടുന്നത്. അതുകൊണ്ട് ഭാഗ്യം. അതിൽ 1ഉം 5ഉം ഉണ്ടായത് കൊണ്ടല്ല അത് ഭാഗ്യ നമ്പർ ആകുന്നത്. 1ഉം 5ഉം കൂട്ടിയിട്ട് 6. അത് കൂട്ടിയിട്ട് ഇപ്പൊ ഒരു 303 അത് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആണോ അല്ലയോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 303 നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആണോ? ആണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 0 + 3 അപ്പൊ 6 3 3 6 അപ്പൊ അത് 33 നിങ്ങൾ അങ്ങനെയാണ്. അതെ. അതേസമയം 62 ഭാഗ്യ നമ്പർ ആണോ? അല്ല. കാരണം 6 2 8 വരുന്നത്. മനസ്സിലായോ? അതിൽ 6 കണ്ടിട്ടോ അല്ലെങ്കിൽ 1 കണ്ടിട്ടോ കാര്യമില്ല. അത് കൂട്ടിയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ഭാഗ്യ നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് തന്നെ ഭാഗ്യ നമ്പറിനെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുക. എന്തായാലും പേരിന്റെ കളറ് നിങ്ങൾക്ക് ഗ്രേ കളർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കളറാണ് ഗ്രേ. അതുപോലെ പിന്നെ ഗ്രീൻ കളറും ബെസ്റ്റ് ആണ്. ഗ്രീൻ ആൻഡ് ഗ്രേ ഇത് രണ്ടും ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞോളൂ, എന്താ പറയാൻ വേണ്ടി വന്നത്? ഗ്രീനും ഗ്രേയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതാണ് പറയേണ്ടത്. നിങ്ങളുടെ പേര് അതൊരു എബോ ആവറേജ് ആയിട്ടുള്ള പേരായതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടത് താമസിച്ചു കഴിഞ്ഞാലും കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി നേടിയെടുക്കും. അതായിരിക്കുമല്ലോ നിങ്ങളുടെ അനുഭവം ഇപ്പോൾ ഉള്ളത്. അതെ, അതിപ്പോ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ നേടി എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതാണ് ആ പേരിന്റെ വിസ്മയം എന്ന് പറയുന്ന ആ ഒരു അത്ഭുതം. കാരണം നിങ്ങളുടെ ഒരു ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ കാര്യമായിട്ട് തടസ്സം കാണുന്നുണ്ട് എങ്കിലും പേരിൽ അതില്ല. പേര് നിങ്ങൾക്ക് കുറച്ചുകൂടി ഭാഗ്യത്തിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പേരാണ്. ആ പേരിന്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ അതിന്റെ ഗുണം അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ആ പേരിന് അങ്ങനെ നമ്മൾ അത് ഭാഗ്യം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പേര് MJ ജോണി MJ എന്നുള്ള ആ പേര് വന്നത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് വേണം കരുതാൻ. അപ്പോൾ അതിനെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പോകണം. ഏത് കാര്യത്തിനും ജോണി MJ ആ മുഴുവനായിട്ട് തന്നെ പേര് കൊടുക്കുക. അപ്പോൾ അതിന്റെ ആ ഒരു എനർജി എപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്യും. ഓക്കെ ഓക്കെ, എന്തായാലും പേരിന്റെ പറഞ്ഞോളൂ. പറയും സാറേ, എനിക്കൊരു വഴിയില്ല, വീടില്ല, അത് താമസ കിട്ടുള്ളൂ അല്ലേ? ഏത് ഒരു വഴി വീടില്ല, വഴിയില്ല, താമസ വീടിന് വഴിയില്ലെന്നാ? വീടും ഇല്ല, വഴിയില്ല. വീട്ടിലേക്ക് വഴിയില്ല അല്ലേ? വീട്ടിലേക്ക് വഴിയില്ല, വീടില്ല, ഒരു ഷെഡ് പോലുള്ള വീടാ, പിന്നെ വഴിയില്ല അങ്ങോട്ട്. നല്ല വീടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നിങ്ങളുടെ കാർമിക് എനർജിയാണ്, കർമ്മം കൊണ്ടാണ് നേടേണ്ടതാണ്. ഇപ്പം വീടിന് വഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കർമ്മം കൊണ്ട് തന്നെ നിങ്ങൾ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കർമ്മം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ,
ഓ ഓക്കെ ഓക്കെ അതാണ് പറയേണ്ടത്. താങ്ക് യു താങ്ക് യു. പിന്നെ ഇതന്നെ കാലതാമസം എന്നുള്ളത് എപ്പോഴും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ്. ഞാൻ അതാണ് പറഞ്ഞത്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ. മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ഈ പേരിനെ ഒന്നും കൂടിയും ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് മാറ്റണം. 100% ആയിട്ടുള്ള ഒരു പേരാക്കിയിട്ട് മാറ്റാണ് അനുമാനം. അതൊക്കെ എങ്ങനെയാണ് മാറ്റണം? എല്ലാ റെക്കോർഡിക്കലും അങ്ങനെ ആയിപ്പോയില്ലേ പേര്? റെക്കോർഡിക്കൽ തന്നെ പോയിട്ട് മാറ്റണം. അതാണ് വേണ്ടത്. ഓക്കെ, അത് മാറ്റാൻ ഒത്തിരി റിസ്കല്ലേ സാറേ? കുറച്ച് പണിയുണ്ട്. നമുക്കിപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി കൊണ്ടുവരല്ലേ നമ്മൾ മെയിനായിട്ട് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു കൂടിച്ചേരൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദുഷ്കരമായിട്ടുള്ള കൂടിച്ചേരൽ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിൽ പേര് മാത്രമാണ് കുറച്ച് ആവശ്യം. പേര് മാറ്റം പറഞ്ഞാൽ 1-2 പേർക്ക് പോയാൽ പോരല്ല, പലയിടത്തും പോകണ്ടേ? അതിന് കുറച്ച് പണിയുണ്ട്. പണിയുണ്ട്. അപ്പൊ ഞാൻ ഈ ബൈപ്പാസ് കാത്തിരിക്കുമ്പോ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് അത് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ എങ്ങനെയാണ് ഇരിക്കുന്നത് വേറെ അല്ല എന്നാ ചെയ്യണേ? അപ്പോൾ പേര് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, അത് ഗസറ്റഡ് വിജ്ഞാപനം വഴി മാറ്റേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതങ്ങനെ തന്നെയാണ് മാറ്റേണ്ടത്. പേര് മാറ്റേണ്ടത് അത് ഗസറ്റഡ് ഓഫീസിൽ പോയിട്ട്, ഫോം ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഈ മതം മാറുക, പേര് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓരോ ഓഫീസിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ മതം മാറുന്ന ഓഫീസിൽ തന്നെയാണ് ഈ പേര് മാറുന്ന അപേക്ഷയും കൊടുക്കേണ്ടത്. അത് നിങ്ങൾ പേര് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ അത് കൊണ്ടുവരണം. അല്ലെങ്കിൽ അതാണ് ഈ ഇതിൽ പറയേണ്ടത്. അതായത് നിങ്ങളുടെ ന്യൂമറോളജി പ്രകാരമുള്ള, ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ഡേറ്റ് ഓഫ് ബർത്തും അതിൻ്റെ ആ കൂടിച്ചേരലിൽ കുറേ സ്ട്രഗിളിംഗ് ഉണ്ട്. പേരിലാണ് കുറച്ചെങ്കിലും ആശ്വാസം ഉള്ളത്. ഓക്കെ, അതൊന്ന് ഫോളോ ചെയ്യുക. അതാണ് ഇപ്പം പറയാനുള്ളത്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇപ്പം പറഞ്ഞു തരാൻ പറ്റുന്നതാണ്. ഓക്കെ, ശരി 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 ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത് ജോണി MJ ആണ്. അദ്ദേഹത്തിന് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം പറയാനുള്ളത് അത് ആദ്യമേ സ്ട്രഗിളിംഗ് ഉള്ളതായിരുന്നു. എന്നിരുന്നാലും പേരിൽ കുറച്ചെങ്കിലും ആശ്വാസപരമായിട്ടുള്ളത് ആയിരുന്നു കണ്ടത്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു വിജയത്തിലേക്കൊന്നും എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതൊരു 100% ആയിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള പേര് തന്നെ ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ എത്താൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 10ൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ്. 10നെ കുറിച്ചിട്ട്, അതായത് ഒരാൾ ജനിച്ച ഡേറ്റ് 10 ആണ് എങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യത്തിനെയൊക്കെ കുറേ മുമ്പേ കണ്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് അവർക്ക് കാര്യങ്ങളെ മാറ്റാനും ഞാൻ ലീഡറിൻ്റെ ഒരു പൊതു സ്വഭാവം കൂടിയാണ്. പ്രശ്നം ഉണ്ടാകുമ്പോഴേ ആ പ്രശ്നത്തിന് പരിഹരിക്കാനും ഇതിനൊക്കെയുള്ള, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എനർജി ഇതിലുണ്ട്. പിന്നെ അഭിമാനം എന്നുള്ളതും ഇവർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് അഭിമാനത്തിൻ്റെ പേരിൽ എന്താ പറയുക, പല കാര്യങ്ങളെയും മാറ്റിവെക്കേണ്ടയും പല കാര്യങ്ങളെയും ചെയ്യാതിരിക്കേണ്ടയും ഒക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ അഭിമാനം പലപ്പോഴും ഗുണമായിട്ടും ദോഷമായിട്ടും ഭവിക്കുന്നതാണ്. അത്യാഭിമാനം എല്ലാറ്റിനും നശിപ്പിക്കുക എന്നാണ് പറയാറ്. അപ്പോൾ അഭിമാനത്തിന് ഒരു കണക്കുണ്ട് അല്ലേ? ആ ലെവലിലധികം പോകാനും പാടില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി. ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.